നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. അപ്രിഹെൻഷൻ ആൻഡ് പോലീസ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കുട്ടികളെ, അതായത് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമാകുന്ന കുട്ടികളും പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ 10 പറയുന്നതനുസരിച്ച് അപ്രിഹെൻഷനും പോലീസ് പ്രൊസീജിയേഴ്സും നമുക്ക് നോക്കാം. ആസ് സൂൺ ആസ് ഒരു കുട്ടി ഈ പറയുന്ന നമ്മുടെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ബേസിസിൽ വരുന്ന ഒരു കുട്ടി, ആ ഒരു കുട്ടീനെ ഒരു കേസുമായി വരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ ഒരു കുട്ടി തെറ്റ് ചെയ്തതായി മനസ്സിലായി. പോലീസ് അങ്ങനെയുള്ള ഒരു കുട്ടിയെ 24 മണിക്കൂറിനുള്ളിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഒരു കുട്ടി തെറ്റുകാരനാണ് എന്ന് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ 24 മണിക്കൂറിനകം ആ ഒരു കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കണം. അപ്പോൾ നമ്മുടെ 24 മണിക്കൂറിന് മുൻപേ ഒരു പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ ഹാജരാക്കണം എന്നുള്ളൊരു കണ്ടീഷൻ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള ഒരാളാണ് എങ്കിൽ ആ ഒരു കുട്ടിയെ 24 മണിക്കൂറിന് മുൻപാകെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കണം. As soon as a child alleged to be in conflict with the law as apprehended by the police, അതായത് ഒരു തെറ്റ് ചെയ്തതായി നമുക്ക് തോന്നുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ പോലീസിന് മനസ്സിലാവുന്ന ഒരു കുട്ടിയെ പോലീസ് പിടിച്ചു, the child shall be placed under the charge of special juvenile police unit. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിൻ്റെ കീഴിൽ മാത്രമേ ആ ഒരു കുട്ടിയെ വെക്കാൻ പറ്റുള്ളൂ. Or the designated child welfare police officer, they must produce the child before the juvenile justice board within 24 hours of apprehension. ഒരു കാരണവശാലും ഈ കുട്ടിയെ ലോക്കപ്പിൽ കിടത്താനോ അല്ലെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞു വിടാനോ സാധിക്കുകയില്ല. Under no circumstances shall a child alleged to be in conflict with the law, അതായത് തെറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ധരിക്കപ്പെടുന്ന ഒരു കുട്ടി, ആ ഒരു കുട്ടിയെ ലോക്കപ്പ് ചെയ്യാനോ ജയിലിലേക്ക് അയക്കാനോ ഒരു കാരണവശാലും സാധിക്കുന്നതല്ല. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ച് റൂൾസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് ഫ്രെയിംഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് വിത്ത് ആക്ട് ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഫോർ ഹാൻഡിങ് ഓവർ എനി ചൈൽഡ് alleged to be in conflict with law to authorized persons. അതായത് ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾ, അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റുകാരനാണ് എന്ന് തോന്നുന്ന കുട്ടികൾ, അപ്പോൾ ആ കുട്ടികളെ ബോർഡിന് മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി, അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി ഈ കുട്ടികളെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫിറ്റായിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഫിറ്റ് പേഴ്സൺസിന് കൈമാറാം എന്നുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി സെൻഡിങ് എ ചൈൽഡ് alleged to be in conflict with the law to an observation home or a safe place. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ ഒരു ഒബ്സർവേഷൻ ഹോമിലോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിലോ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കോ ആ കുട്ടിയെ മാറ്റാവുന്നതാണ്. അതായത് വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ ഒരിക്കലും ലോക്കപ്പിലോ ജയിലിലോ ഒന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ മാറ്റി താമസിപ്പിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഈ അന്വേഷണ സമയത്തും അതേപോലെ തന്നെ ട്രയലൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ കുട്ടിയെ സേഫായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിപ്പിക്കണ്ടേ. ഇപ്പം നോർമലി അല്ലാത്ത കേസിൽ ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ ആണെങ്കിൽ സബ് ജയിലിൽ കൊണ്ട് താമസിപ്പിക്കും. അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സബ് ജയിലിൽ കൊണ്ട് ആ ഒരു വ്യക്തിയെ റിമാൻഡ് പ്രതി എന്ന് പറഞ്ഞ് താമസിപ്പിക്കും. ഈ പറയുന്ന ജാമ്യം കിട്ടിയില്ല എങ്കിൽ. ഇവിടുത്തെ കേസ് വരുന്ന സമയത്ത് ഈ ഒരു രീതിയാണ്. ഇനി the section related to the inquiry by the board regarding a child in conflict with law, അതായത് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ബോർഡ് എൻക്വയറീസും അതേപോലെ തന്നെ ടൈംലിനെസ്സും, എത്ര നാൾക്കകം ഈ ഒരു ട്രയൽ പൂർത്തിയാക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ 4 മാസത്തിനുള്ളിൽ ഈ ഒരു ട്രയൽ കംപ്ലീറ്റ് ആവണം. 4 മാസത്തിനുള്ളിൽ ഈ ഒരു എൻക്വയറി കംപ്ലീറ്റ് ആയിരിക്കണം. ഇത് കുറേ കൂടെ ഹീനസ് ആയിട്ടുള്ള ക്രൈംസ്, കുറേ കൂടെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് ഒഫൻസായി വരുന്നത് എങ്കിൽ 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമുക്ക് നോക്കാം.
When a child alleged to be in conflict with the law is produced before the board shall hold an inquiry in accordance with the provisions of this act. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ ബോർഡിന് മുൻപാകെ വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള അന്വേഷണം നടത്തണം. അപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തി the inquiry under this section must be completed within 4 months from the date the child is produced before the board. ഇനി കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള ക്രൈംസ് ആണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ ഒരു എൻക്വയറി പൂർത്തിയാക്കിയിരിക്കണം. പ്രിലിമിനറി അസസ്മെന്റ്സ് റിഗാർഡിംഗ് ഹീനസ് ക്രൈംസ് must be completed by the board within 3 months from the date the child is first produced before them. ഇനി however if the board requires more time, നമ്മുടെ ഈ ഒരു ബോർഡിന് ഈ പറയുന്ന 4 മാസത്തിൻ്റെ കാലാവധി അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ കാലാവധിക്കുള്ളിൽ ഈ ഒരു പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇൻ റൈറ്റിംഗ് ആയിട്ട് എഴുതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുൻപാകെ റിട്ടേൺ ആയിട്ട് എഴുതി കൂടുതൽ സമയം മേടിക്കാൻ പറ്റുന്നതാണ്. However, if the board requires more time to complete the inquiry for serious or heinous crimes, an extension may be granted by the chief judicial magistrate or the chief metropolitan magistrate for reasons that must be recorded in writing. ഇനി വേറൊരു വ്യത്യാസപ്പെട്ട ഒരു കാര്യമാണ് സെക്ഷൻ 16 പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞായിരുന്നു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, ആ ഒരു കുട്ടി ഏത് തെറ്റ് ചെയ്താലും ആ ഒരു കുട്ടിയെ ഇന്നസെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കുട്ടിയെ ഒരിക്കലും തെറ്റുകാരനാണ് എന്നുള്ള അസംഷൻ വരത്തില്ല. ആ കുട്ടിയെ മാക്സിമം ജുവനൈൽ ഹോംസിലേക്കൊക്കെ പറഞ്ഞു വിടും. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും വലിയ പണിഷ്മെൻ്റ് ഒന്നും നൽകാൻ പറ്റത്തില്ല. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ 16 വയസ്സ് പൂർത്തിയാക്കിയുള്ള ഒരു കുട്ടി, 16നും 18 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ശാരീരിക മാനസിക അവസ്ഥകൾ അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി, മെൻ്റൽ ഫിസിക്കൽ കപ്പാസിറ്റിയും കൂടെ കണക്കിലെടുത്താണ് ഈ ഒരു ഒഫൻസിനെ പറ്റിയുള്ള ഒരു തീർപ്പ് വരുന്നത്. നമുക്കൊന്ന് വായിക്കാം. സെക്ഷൻ 15 ആണ്. If a child who has completed 16 years of age or above commits a heinous crime, the board will conduct a preliminary assessment regarding their mental and physical capacity to commit such an offense and their ability to understand its consequences. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. 16നും 18 വയസ്സിനും ഇടയിൽ പ്രായമാവുന്ന കുട്ടികൾക്കാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു തെറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള അവരുടെ ശാരീരിക മാനസിക കഴിവുകളും അതേപോലെ തന്നെ ഇത് ചെയ്താൽ എത്രത്തോളം തെറ്റാണ്, ഇതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നതും കൂടെയൊക്കെ കണക്കിലെടുക്കുന്നതാണ്. ഇനി അടുത്ത ചിൽഡ്രൻസ് കോർട്ടിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ചിൽഡ്രൻസ് കോർട്ടിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻസ് ആണ്. സെക്ഷൻ 19. അപ്പോൾ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പ്രിലിമിനറി അസസ്മെൻറ്റിന് ശേഷം നമ്മുടെ ചിൽഡ്രൻസ് കോർട്ടിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് കോർട്ടിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ആഫ്റ്റർ റിസീവിംഗ് ദ പ്രിലിമിനറി അസസ്മെൻറ്റ് ഫ്രം ദ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ദ ചിൽഡ്രൻസ് കോർട്ട് ക്യാൻ ഡിസൈഡ് ദ ഫോളോയിങ്. അപ്പോൾ ഈ ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഒരു അസസ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ചിൽഡ്രൻസ് കോടതിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്ത് വിധിയാണ് വരേണ്ടത്, എന്ത് വിധിയാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതായത് ഈ കുട്ടിയെ 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യണമോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചെയ്ത ഒഫൻസുമായി ബന്ധപ്പെട്ട് എന്ത് ശിക്ഷ നൽകണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ കോടതിക്കുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അത് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. That there is a need to try the child as an adult as per the provisions of the CRPC 1973. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിൽ CRPC എല്ലാം BNS ആണ്. CRPC നമ്മുടെ 1973 പ്രകാരം എല്ലാം മാറി. CRPC, IPC, BNS ആയി. അപ്പോൾ എല്ലാം ഈ പറയുന്ന ഇത് നമ്മുടെ 2015 ആക്ടിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ്. അതിലിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ ഈ കേസ് അനുസരിച്ചാണെങ്കിൽ 1973 നമ്മുടെ CRPCയുടെ ബേസിസിൽ ഈ ഒരു കുട്ടീനെ ഒരു അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിഷണറി പവർ ചിൽഡ്രൻസ് കോർട്ടിനുണ്ട്. എൻഷുർ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഫോർ ദ ചൈൽഡ്സ് റീഹാബിലിറ്റേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈനൽ ഓർഡർ റിഗാർഡിംഗ് എ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇങ്ങനെ ഒരു വിധി വരുന്ന സമയത്ത്, അതായത് കുട്ടിക്കെതിരെ ഒരു വിധി വരുന്ന സമയത്ത്
അതിനുശേഷം ജുവനൈൽ ജസ്റ്റിസ് ഇപ്പോൾ ഹോം ആണെങ്കിൽ അതിനുശേഷം ആ ഒരു കുട്ടിയുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കുട്ടിയുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണം, അപ്പോൾ അതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യവും ഈ ഒരു കോർട്ടിന് വിധി പറയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ pass appropriate orders after the trial subject to the provisions taking into consideration the special needs of the child, the principles of fair trial and maintaining a child friendly atmosphere. അപ്പോൾ ഈ കാര്യ ട്രയൽ നടക്കുന്ന സമയത്ത് ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അതേപോലെ തന്നെ എല്ലാം ഒരു ഫെയർ ആയിട്ടുള്ളൊരു ട്രയൽ ആയിരിക്കണം. ഇത് ഒരു തരത്തിലുള്ള ബയാസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. That there is no need to try the child as an adult and conduct an inquiry as a board and pass appropriate orders. അല്ല, ഈ ഒരു കുട്ടിയെ ഈ പറയുന്ന ചൈൽഡായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ തീരുമാനം പ്രകാരം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ വേണമെങ്കിൽ ഈ ഒരു പ്രൊസീഡിങ്സ് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. Children's court shall ensure that the final order concerning a child in conflict with law includes an individual care plan for the rehabilitation of the child, including follow-up action by the probation officer അല്ലെങ്കിൽ district child protection unit അല്ലെങ്കിൽ social worker. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിലും പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു കോടതിക്ക് ഈ ഒരു കുട്ടി ഈ ഒരു ശിക്ഷ കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് ആ ഒരു കുട്ടിയുടെ പുനരധിവാസം, അപ്പം അതിനുവേണ്ടി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്, അതേപോലെ തന്നെ ആ നടപടികൾക്ക് ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു ആക്ഷന് നോക്കി നടത്തേണ്ടത് പ്രൊബേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കണം. ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തതാണ്, a children's court must ensure that a child in conflict with the law is sent to a place of safety until they reach the age of 21. Thereafter, the person is transferred to a jail. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ചൈൽഡ് കോർട്ടിന് വേണമെങ്കിൽ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു കുട്ടീനെ അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്ത് ഒരു വിധി പ്രസ്താവിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ 18 വയസ്സ് വരെ മാത്രമേ ജുവനൈൽ ഹോമിൽ ഒരു കുട്ടിയെ പാർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ 21 വയസ്സ് കഴിഞ്ഞാൽ ജയിലിലോട്ട് മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ സമയത്ത്, അതായത് ഈ 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ, ആ ഒരു സമയത്ത് പുനരധിവാസം, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഉത്തരവിൽ. ഇനി അതേപോലെ തന്നെ ഈ ചിൽഡ്രൻസ് കോർട്ട് എൻഷുർ ചെയ്യേണ്ട വേറൊരു കാര്യങ്ങളും കൂടെയുണ്ട്. എല്ലാ വർഷവും ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ പറയുന്ന പല കുട്ടികളുടെയും ഒരു ആനുവൽ റിപ്പോർട്ട് അവർ ഓരോ വർഷവും അവരുടെ ഈ നല്ല നടപ്പ് പോലുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എൻഷുർ ദാറ്റ് ദെയർ ഈസ് എ പീരിയോഡിക് ഫോളോ അപ്പ് റിപ്പോർട്ട് എവറി ഇയർ ഫ്രം ദ പ്രൊബേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആസ് സോഷ്യൽ വർക്കർ. വേറെ ഒന്നല്ല, ഈ പ്രൊബേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ഈ ഒരു കുട്ടിയുടെ ആനുവൽ റിപ്പോർട്ട് തയ്യാറാക്കണം. പിന്നെ അതേപോലെ തന്നെ സെക്ഷൻ 21 പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ജീവപര്യന്തം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വധശിക്ഷ പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു കുട്ടിക്കെതിരെ വിധി പ്രസ്താവിക്കാൻ പാടില്ല. No child in conflict with the law shall be sentenced to death or life imprisonment. ഒരു കാരണവശാലും ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ ഒരു കുട്ടിക്കെതിരെ കൊടുക്കാൻ പാടില്ല. Under the provisions of this act or any other law in the force or under the provisions of IPC 1860. ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഇപ്പം നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡും CWCയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ CWCക്ക് വാർത്താ പ്രാതിനിധ്യവും വളരെ കൂടുതലുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൊക്കെ കാണുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ കെയർ, അതേപോലെ തന്നെ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള കുട്ടികൾക്ക് ഷെൽട്ടർ നൽകുക, പല കേസ് കാര്യങ്ങളൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഷെൽട്ടർ നൽകുക, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പാരൻസിന് കൈമാറുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. സെക്ഷൻ 27 ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ, സംസ്ഥാന സർക്കാരിന് ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി എല്ലാ ജില്ലകളിൽ ഒന്നോ അതിലധികമോ
ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ സ്ഥാപിക്കാനുള്ള അധികാരമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ബൈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് 1 or more ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് ഫോർ എവറി ഡിസ്ട്രിക്ട്. എല്ലാ ജില്ലകളിലും നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം 2 മാസത്തിനുള്ളിൽ, അതായത് ഈ പറയുന്ന അപ്പോയിന്റ് ചെയ്തതിന് ശേഷം എന്നല്ല, ഈ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2 മാസത്തിനുള്ളിൽ ഇവർക്ക് വേണ്ട ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. 2 മാസത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതേ കാര്യം തന്നെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലും പറഞ്ഞു. അപ്പോൾ അവിടെ പക്ഷേ ആക്ടിൻ്റെ അകത്ത് 60 ദിവസം എന്നാണ് കിടക്കുന്നത്. ആ സെയിം കാര്യം തന്നെ അവിടെ നമ്മുടെ ഈ പറയുന്ന പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റിനും അതേപോലെ തന്നെ സോഷ്യൽ വർക്കറിനെ അപ്പോയിന്റ് ചെയ്ത ദിവസം, അവിടെ അപ്പോയിന്റ് ചെയ്തതാണ്, അപ്പോൾ അപ്പോയിന്റ് ചെയ്ത ദിവസത്തിൽ നിന്ന് 60 ദിവസത്തിനകത്ത് ട്രെയിനിങ് നൽകണം. ഇവിടെയും അതേപോലെ കാര്യം തന്നെയാണ്, പക്ഷേ അപ്പോയിന്റിംഗ് അല്ല, ഇവിടെ നോട്ടിഫിക്കേഷനാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ CWCൻ്റെ കോമ്പോസിഷൻ പറയാം. അപ്പോൾ ഇതിൽ ഒരു ചെയർമാനും 4 മെമ്പർമാരുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മിറ്റി, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് 4 other മെമ്പേഴ്സ് ആൻഡ് ഡീംഡ് ഫിറ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ ഒരാൾ സ്ത്രീയും ആയിരിക്കണം, അതിൽ നമുക്ക് ഡൗട്ടില്ല, ഒരാൾ സ്ത്രീ ആയിരിക്കണം. നമ്മൾ നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറഞ്ഞ സമയത്ത്, അതിൻ്റെ കോമ്പോസിഷൻ പറഞ്ഞ സമയത്തും പറഞ്ഞായിരുന്നു, ആ 3 പേരിൽ ഒരാൾ എന്തായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. 2 സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അപ്പോൾ ഒരാൾ സ്ത്രീ ആയിരിക്കണം. Among them at least one must be a woman and another must be an expert on matters concerning children. അപ്പോൾ അതേപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇവർക്ക് സെക്രട്ടറിയും അതേപോലെ തന്നെ സ്റ്റാഫുകളും പ്രൊവൈഡ് ചെയ്യണം. No individual shall be appointed as a member of committee for a period exceeding 3 years. 3 വർഷത്തിൽ കൂടുതൽ ആരെയും ഈ ഒരു കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്ത് വയ്ക്കാൻ പാടില്ല. പിന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറഞ്ഞതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം കൂടെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 7 വർഷത്തെ ഒരു അനുഭവ പാഠവം ഉണ്ടായിരിക്കണം. അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, കുട്ടികളുടെ കെയർ, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ ചൈൽഡ് സൈക്കോളജി, സൈക്കാട്രി, ലോ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ഹ്യൂമൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കണം? ഇവർക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഈ ഒരു മെമ്പർ എന്തായിരിക്കണം? പ്രാക്ടീസിങ് പ്രൊഫഷണൽ ആയിരിക്കണം. or be a practicing professional holding a degree in child psychology, psychiatry, അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ലോ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ഹ്യൂമൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ പ്രാക്ടീസിങ് പ്രൊഫഷണലിൻ്റെ കാര്യം അവിടെ പറയുന്നില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടും. ഇനി അതേപോലെ തന്നെ ടെർമിനേഷൻ. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെയിം കണ്ടീഷൻസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗമാണ്. ഈ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ അധികാരം അവർ ദുർവിനിയോഗം ചെയ്താൽ സംസ്ഥാന സർക്കാരിന് ഇവരെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം പ്രൊസീഡിങ്സിൽ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ, കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇഫ് ദേ ഫെയിൽ ടു അറ്റൻഡ് ദ പ്രൊസീഡിങ്സ് ഓഫ് കമ്മിറ്റി കണ്ടിന്യൂസ്ലി ഫോർ 3 months. അതേപോലെ തന്നെ 3/4 സിറ്റിങ്സ്, ആനുവലി 3/4 സിറ്റിങ്സിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ, വിതൗട്ട് എനി റീസൺ or if they fail to attend at least 3/4 of the sittings in a given year. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. അതായത് നമ്മുടെ CWCയുടെയും അതേപോലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലുമുള്ള മെമ്പേഴ്സിൻ്റെ ടെർമിനേഷന് വേണ്ടിയുള്ള ടെർമിനേഷൻ്റെ റീസൺസ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഈ കാരണങ്ങളാൽ സംസ്ഥാന സർക്കാരിന് അവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി റിപ്പോർട്ടിംഗ് ആൻഡ് ഓവർസൈറ്റ്. ഈ ഒരു കമ്മിറ്റി, അതായത് നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജില്ലാ കളക്ടറിന് മുൻപാകെയാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്
അദ്ദേഹം ക്വാർട്ടർലി റിവ്യൂ നടത്താറുണ്ട് ഓഫ് ദ കമ്മിറ്റി ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ജില്ലാ കളക്ടറിന് അദ്ദേഹത്തിന് നമ്മുടെ ഈ കമ്മിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ വർക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ തീരുമാനമെടുക്കാനുള്ള, ആ ഒരു തർക്കം പരിഹരിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരവും നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. The affected child or anyone related to the child can file a complaint directly before the district magistrate. അപ്പോൾ നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ ഒരു കുട്ടിക്ക് വേണമെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കുട്ടിക്ക് വേണമെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ബേസിസിൽ ആ ഒരു കുട്ടിക്ക് വേണ്ട കെയറോ പ്രൊട്ടക്ഷനോ നൽകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കുട്ടി ഒരു വിക്ടിമാണ്, അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു നിയമസഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് സഹായം വേണം. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആ കുട്ടിക്ക് വേണമെങ്കിലും പോലും ഡയറക്റ്റായിട്ട് നമ്മുടെ ജില്ലാ കളക്ടറിന് മുൻപാകെ കംപ്ലയിൻറ്റ് നൽകാവുന്നതാണ്. ഇപ്പോൾ ദ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ദ കമ്മിറ്റി മസ്റ്റ് കൺവീൻ ഫോർ അറ്റ്ലീസ്റ്റ് 20 days a month. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലൊന്നും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ലായിരുന്നു. നമ്മുടെ CWCയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു മാസം ഏറ്റവും കുറഞ്ഞൊരു 20 ദിവസമെങ്കിലും അവർ സിറ്റിംഗ് നടത്തിയിരിക്കണം. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ 20 ദിവസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ CWC പല സ്ഥാപനങ്ങളിലും ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തണം. കാരണം ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, അതേപോലെ തന്നെ കുട്ടികളെ താമസിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണോ കാര്യങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. ഈ ഇൻസ്പെക്ഷനെ ഒരു സിറ്റിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇൻസ്പെക്ഷനെയും ഒരു സിറ്റിംഗ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോർമലി അങ്ങനെ വരാറില്ല, പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. A visit by the committee to an existing child care institution to evaluate its functioning and the welfare of the children is officially considered sitting of the committee. അതേപോലെ തന്നെ a child in need of care and protection can be produced before an individual member of the committee to be placed in children's home or under the care of a fit person. അപ്പോൾ ഈ പറയുന്ന കെയറും പ്രൊട്ടക്ഷനും ഒക്കെ ആവശ്യമുള്ള കുട്ടി can be produced before an individual member of the committee to be placed in children's home or under the. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ സിറ്റിംഗ് നടക്കാത്ത സമയത്ത്, സിറ്റിംഗ് കൺവീൻ ചെയ്യാത്ത സമയത്താണ് എങ്കിൽ ഈ ഒരു കുട്ടീനെ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് മുൻപാകെ ഹാജരാക്കാം. അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു സിറ്റിംഗ് നടക്കാത്ത സമയത്ത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ പകരം ഈ പറയുന്ന ഇൻഡിവിജ്വൽ മെമ്പറിന് മുൻപാകെ വേണമെങ്കിലും ഈ ഒരു കുട്ടിയെ ഹാജരാക്കി ഈ ഒരു കുട്ടിക്ക് വേണ്ട ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വൽ മെമ്പറിനും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ കമ്മിറ്റിയിലും പല ഈ അഭിപ്രായ തർക്കങ്ങൾ വരും. ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ വരും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മെജോറിറ്റിയുടെ തീരുമാനം പ്രിവെയിൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിൽ 3 മെമ്പേഴ്സ് ഉണ്ടാവണം, അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ അങ്ങനെ മിനിമം ഇത്ര ആൾക്കാർ വേണം എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നില്ല. അവിടെ 3 പേരേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല, ഇവിടെ മിനിമം 3 ആൾക്കാർ വേണം, അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ if there is a difference of opinion among the committee members while taking a decision, the majority opinion will prevail. However, in situations where there is no majority, ഇല്ലാത്ത സമയത്ത് ചെയർമാൻ്റെ ഒപ്പീനിയൻ സ്റ്റാൻഡ് ചെയ്യും. Committee can continue to function irrespective of the absence of any member, and any actions taken by the committee will not be rendered invalid due to a member's absence. ഇതെല്ലാ നിയമങ്ങളിലുള്ള കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ ബോർഡിൻ്റെ കാര്യത്തിൽ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഏതൊരു കമ്മിറ്റി, ഏതൊരു ബോർഡ്, ഏതൊരു കമ്മീഷനാണ് എങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇന്ന ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ബോർഡ് മെമ്പറുകൾമാരും ഇല്ലായിരുന്നു എന്നുള്ള കാരണത്താൽ ആ ഒരു തീരുമാനം ഒരിക്കലും ഇൻവാലിഡ് ആവത്തില്ല. അത് തന്നെയാണ് ഇവിടുത്തെ കേസും. നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അതല്ലെങ്കിൽ CWCയിലും ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഏറ്റവും കുറഞ്ഞത് ഒരു ഫൈനൽ തീരുമാനത്തിന് മുൻപേ, ഒരു കേസിൻ്റെ ഫൈനൽ ഡിസ്പോസലിന് മുൻപേ ഏറ്റവും കുറഞ്ഞത് 3 ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 3 ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കണം. അതിവിടെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 3 ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കണം. CWCയിലാണ് ഈ ഒരു കാര്യം വരുന്നത്. ഇനി
The committee has the authority to dispose of cases for the care, treatment, development and rehabilitation of children in need of care and protection and to provide for their basic needs and protection. ഇപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ സെക്ഷൻ 29 നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഈ CWCന് ഈ കെയറും പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ട ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി നമ്മുടെ CWCയുടെ ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റീസും ആണ്. സെക്ഷൻ 30 ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CWC പറയുന്നുണ്ട്. സെക്ഷൻ 30 ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ആൻഡ് റിസീവ് ചിൽഡ്രൻ പ്രൊഡ്യൂസ് ബിഫോർ ദ കമ്മിറ്റി, കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ ഓൾ ഇഷ്യൂസ് എഫക്റ്റിംഗ് ദ സേഫ്റ്റി വെൽബീയിങ് ഓഫ് ദ ചിൽഡ്രൻ. പിന്നെ അതേപോലെ തന്നെ ഡയറക്റ്റ് ചൈൽഡ് വെൽഫെയർ ഓഫീസേഴ്സ്, പ്രൊബേഷൻ ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് or non-governmental organization to conduct social investigation and submit a report before the committee. നമ്മുടെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റി നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ഒരു ക്രൈം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഒഫൻസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അവൻ ആ ഒരു ഒഫൻസ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു കുട്ടിയുടെ സാഹചര്യം, അതേപോലെ തന്നെ വീട്ടിലുള്ള സാഹചര്യം, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു, അവരുടെ വീട്ടിലുള്ള എൻവയോൺമെൻറ്റ്, ഇതെല്ലാം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടി മറ്റുള്ള ആൾക്കാരുമായി എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്, അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു റിപ്പോർട്ടാണ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അപ്പോൾ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അധികാരം ഒന്നെങ്കിൽ പ്രൊബേഷൻ ഓഫീസറാണ്, അദ്ദേഹമാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. പ്രൊബേഷൻ ഓഫീസർ അല്ല എങ്കിൽ ഈ പറയുന്ന ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് വരും. അല്ല എങ്കിൽ ഈ പറയുന്ന ഡിസ്ട്രിക്ട് ചൈൽഡ് വെൽഫെയർ ഓഫീസർ വരും, CWCൻ്റെ ഓഫീസർ വരും. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനിലെ ഒരു ആൾ, ഈവൻ ഇതാരുമല്ല എങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സോഷ്യൽ വർക്കറിന് ഇതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ ഒരു അധികാരം CWC ആണ് നൽകുന്നത് ഈ ഒരു നിയമപ്രകാരം. ഇനി അതേപോലെ തന്നെ ഫിറ്റ് പേഴ്സൺസിനെ കണ്ടെത്തുക, അതായത് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിറവേറ്റാൻ കഴിവുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ഫിറ്റ് പേഴ്സൺസിനെ കണ്ടെത്തുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, നല്ല സൗണ്ട് ആയിട്ട് മൈൻഡുള്ള, വളരെ പ്രാപ്തിയുള്ള, കുട്ടികളെ നോക്കാൻ പറ്റുന്ന, ഇതിനു മുൻപേ ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് ലംഘനങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലാത്ത വളരെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നിലവിലുള്ള ഫിറ്റ് പേഴ്സൺസിനെ മോണിറ്റർ ചെയ്യുക, അവരെ പീരിയോഡിക്കൽ മോണിറ്റർ ചെയ്യുക. ഇനി based on child's individual care plan, ensure care and protection are provided to children who need them. ഇപ്പോൾ വേറൊന്നുമല്ല, ഈ പറയുന്ന ചൈൽഡ് കെയറും പ്രൊട്ടക്ഷനും ഉള്ള ആൾക്കാർക്ക് അത് വേണ്ടവർക്ക് അത് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഈ ചില കുട്ടികളുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ വരുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കെയറുകൾ വേണ്ടി വരും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, അങ്ങനെയുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ നൽകുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ആ കുട്ടികളെ താമസിപ്പിക്കുക. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ CWC ആണ്. Additionally, ensure appropriate rehabilitation and restoration and issue necessary directions to parents, guardians, fit persons or children homes. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാരൻസിനും ഗാർഡിയൻസിനും ഫിറ്റ് പേഴ്സൺസിനും ഈ ചിൽഡ്രൻ ഹോംസ്, ഷെൽട്ടർ ഹോംസ്, ഫോസ്റ്റർ ഹോംസ് ഇതൊക്കെ നടത്തുന്ന ആൾക്കാർക്കും നൽകുക. ഇനി select a registered institution for the placement of every child requiring institutional support based on the child's age, gender, disability and needs, keeping in mind the availability of capacity of institution. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്ന സ്പെഷ്യൽ നീഡ്സും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഡിസബിലിറ്റി ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നൽകുന്ന സ്ഥാപനങ്ങൾ, അത് നൽകുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരെ പാർപ്പിക്കുക. അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക, പീരിയോഡിക്കലായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം CWCയുടെ ഫങ്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത ഇൻസ്പെക്ഷനിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു മാസം 2 ഇൻസ്പെക്ഷൻ എങ്കിലും നടത്തുക. ഏറ്റവും കുറഞ്ഞത് ഒരു മാസം 2 ഇൻസ്പെക്ഷൻ എങ്കിലും നടത്തുക. അതേപോലെ സിറ്റിങ്ങിന് നമുക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു മാസം 20 സിറ്റിംഗ് എങ്കിലും നടത്തുക. ഈ സിറ്റിങ്ങിൽ എന്തും കൂടെ വരുന്നുണ്ട്, ഈ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെ സിറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 2 ഇൻസ്പെക്ഷൻ എങ്കിലും നടത്തുക. Regarding the residential facilities for children in need of care and protection, അതേപോലെ തന്നെ
ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തെങ്കിലുമൊക്കെ കെയർ കൂടുതൽ വരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷനുള്ള ഒരു റിപ്പോർട്ടും സമർപ്പിക്കുക സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് സമർപ്പിക്കുക. Ensure that all efforts are made to restore abandoned or lost children to their families by following the necessary procedures. അപ്പോൾ ഈ പറയുന്ന അബാൻഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻ അല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ കുട്ടികളെയൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന ഒളിച്ചോടിയൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുട്ടികളെ ആ ടെമ്പററി ആയിട്ട് ഷെൽട്ടർ നൽകുന്ന CWCയുടെ ഓഫീസിലാണ്. അത് ഒരു കൂടുതൽ അത് അവരെ കിട്ടുന്ന സ്ഥലത്തുള്ള CWC ഓഫീസ്. അവിടെ നിന്ന് നേരെ ഇവരുടെ ജില്ല, ഈ കുട്ടികൾ താമസിക്കുന്ന ജില്ലയിലുള്ള CWCയിൽ കൊണ്ടുവരും. അവിടെ നിന്നാണ് പിന്നീട് പാരൻസിന് കൈമാറുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ലോസ്റ്റ് ചിൽഡ്രൻസിനെയൊക്കെ പാരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ഓർഫൻഡ് ആയിട്ടുള്ള അബാൻഡൻഡ് ആയിട്ടുള്ള ലീഗലി ഫ്രീ ആയിട്ടുള്ള ചിൽഡ്രനെ അഡോപ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. A committee with at least 3 members may decide to take suo moto. നമ്മൾ 3 മെമ്പേഴ്സിൻ്റെ കാര്യം നേരത്തെയും പറഞ്ഞു. CWCൻ്റെ കേസിൽ അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. എല്ലാ ഫൈനൽ ഡിസ്പോസലിന് മുൻപേ, ഒരു കേസിൻ്റെ ഫൈനൽ ഡിസ്പോസലിന് സമയത്ത് ഏറ്റവും കുറഞ്ഞത് 3 ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടുത്തെ കേസും അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 members may take suo moto, അതായത് on its own motion case against those who do not produce children in need of care and protection before the committee. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഇതേപോലെ ബുദ്ധിമുട്ടുള്ള മാനസിക ശാരീരിക വെല്ലുവിളിയുള്ള കുട്ടികൾ, ഇപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും നോക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്, മാനസിക ശാരീരിക വെല്ലുവിളികളുണ്ട്. അപ്പോൾ അത് കാരണം ആ കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അബാൻഡൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ ഈ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഹാജരാക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും നമ്മുടെ CWCനുണ്ട്. ഇനി ടേക്ക് ആക്ഷൻ ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ who are victims of sexual offences under the POCSO Act 2012 through Special Juvenile Police Unit or local police. അതേപോലെ തന്നെ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഈ ചിൽഡ്രൻ ഇൻ നീഡ് ഫോർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്, ചൈൽഡ് ലേബറിൻ്റെ ഭാഗമായി വരുന്ന കുട്ടികൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന പാരൻസ് ഉള്ള കുട്ടികൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സെക്ഷൽ ഒഫൻസുകളുടെ ഭാഗമാവുന്ന പോക്സോ പോലെയുള്ള നിയമപ്രകാരമുള്ള സെക്ഷൽ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുട്ടികൾ. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന ഇവരുടെയൊക്കെ പുനരധിവാസം അല്ലെങ്കിൽ ഇവരുടെ ഷെൽട്ടർ, ഇവരുടെ പുനരധിവാസം, ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക. അപ്പോൾ ഇതിനൊക്കെ ഉള്ള അധികാരം നമ്മുടെ CWCനുണ്ട്. ഹാൻഡിൽ കേസസ് റിഫേർഡ് ബൈ ദ ബോർഡ്, നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് റിഫർ ചെയ്ത വിട്ട കേസുകൾ തീർപ്പാക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക. ഇനി പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞത് ഈ തെറ്റ് ചെയ്ത കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന കെയറും പ്രൊട്ടക്ഷനും വേണ്ട കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ് ഇനി അടുത്ത പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ചാപ്റ്റർ 6 പറയുന്നത്. A child in need of care and protection can be produced before the committee by following individuals. വേറെ ഒന്നുമല്ല, ഈ പറയുന്ന പല ആൾക്കാർക്കും ഇതേപോലെ, അതായത് സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ധാരാളം ആൾക്കാർക്ക് കൊണ്ട് നൽകാം. അതിപ്പോൾ ഈ പറയുന്ന ആൾക്കാർ മാത്രമല്ല, ധാരാളം ആൾക്കാർ ഇനി വരുന്ന സ്ലൈഡ്സിലുണ്ട്. ഒരു പൊതുപ്രവർത്തകന് പറയുന്ന ഇങ്ങനെ ഒരു കുട്ടി, അതായത് ഈ പറയുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, പല കാരണങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഓർഫൺ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ചൈൽഡ് ലേബറിൻ്റെ ഭാഗമാകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ കാണപ്പെടുവാണെങ്കിൽ, നോട്ടീസ് ചെയ്യപ്പെട്ടാൽ ഈ ഒരു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അറിയിക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ അറിയിക്കാനുള്ള അധികാരം ധാരാളം ആൾക്കാർക്കുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂളിനുണ്ട്, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, കുറേ ആൾക്കാർക്ക് ആ ഒരു അധികാരം വരുന്നുണ്ട്. Any police officer, special juvenile police unit, designated child welfare police officer, officer of the district child protection unit, or an inspector or office appointed under an existing labor law. അപ്പോൾ അതേപോലെ തന്നെ പബ്ലിക് സർവൻറ്റ്, അതേപോലെ തന്നെ ഒരു വോളണ്ടറി ആയിട്ടുള്ളൊരു വോളണ്ടിയർ,
ചൈൽഡ് ലൈൻ സർവീസ് ഓർ എനി അതർ വോളണ്ടറി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏജൻസി റിക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ ഓഫീസർ അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസർ, ഒരു സോഷ്യൽ വർക്കർ, അല്ലെങ്കിൽ കുട്ടിക്ക് സ്വമേധയായി CWCയുടെ മുൻപാകെ ഹാജരാവാം, അല്ല എങ്കിൽ ഈ ജില്ലാ കളക്ടറിന് മുൻപാകെ അപേക്ഷ സമർപ്പിക്കാം, അല്ല എങ്കിൽ നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞാൽ പോലീസ് നേരെ ആ ഒരു കുട്ടിയെ 24 മണിക്കൂറിനുള്ളിൽ CWCയുടെ മുൻപാകെ അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കുന്നതാണ്. ഒരു നഴ്സ്, ഒരു ഡോക്ടർ ഓർ ദ മാനേജ്മെൻറ്റ് ഓഫ് എ നഴ്സിംഗ് ഹോം, ഹോസ്പിറ്റൽ ഓർ മെറ്റേണിറ്റി ഹോം. ഇനി ചൈൽഡ് മസ്റ്റ് ബി പ്രൊഡ്യൂസ് ബിഫോർ ദ കമ്മിറ്റി വിത്തിൻ 24 hours. 24 മണിക്കൂറിനുള്ളിൽ ഈ ഒരു കുട്ടിയെ CWCയുടെ മുൻപാകെ ഹാജരാക്കിയിരിക്കണം. Any individual, police officer, functionary of any organization, nursing home, hospital or maternity home who finds a child. അപ്പോൾ അതായത് ഈ പറയുന്ന തെരുവിലൊക്കെ അലഞ്ഞ് നടക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചൈൽഡ് ലേബറിൻ്റെ ഭാഗമാവുന്ന കുട്ടികൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഈ പറയുന്ന CWCയിലോ അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലോ ഒക്കെ അവർ ഹാജരാക്കണം. Without family support must within 24 hours give information to Childline Services, the nearest police station അല്ലെങ്കിൽ Child Welfare Committee അല്ലെങ്കിൽ District Child Protection Committee, or hand the child over to a registered child care institution. Information regarding a child must be uploaded to a portal specified by the central government, by the committee, district child protection unit or child care institution. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ CWCയുടെ അവർ നിർദ്ദേശിക്കുന്ന ഒരു പോർട്ടലുണ്ട്, ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു കാര്യം, അതായത് ഫെയിലിയർ ടു റിപ്പോർട്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ചൈൽഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഈസ് കൺസിഡേർഡ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞായിരുന്നല്ലോ, ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഈ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ CWCയുടെ മുൻപാകെയോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ഓർഫൺ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എന്ന ഇൻഫർമേഷൻ നൽകണം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ ഹാജരാക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം തെറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതും ഒരു ഒഫൻസ് ആണ് എന്നാണ് സെക്ഷൻ 33 പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കെതിരെ 6 മാസത്തെ ശിക്ഷയോ അല്ലെങ്കിൽ തടവോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെയോ, ശിക്ഷയോ അല്ലെങ്കിൽ തടവല്ല, പിഴ തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വരുന്നതാണ്. ഇനി പ്രൊഡ്യൂസിങ് ചിൽഡ്രൻ. If a parent or guardian is unable to protect a child due to physical, emotional or social reasons, they can produce the child before the committee. ഏതെങ്കിലുമൊക്കെ കാരണവശാൽ കുട്ടികളെ നോക്കാൻ സാധിക്കുന്നില്ല, പാരൻസിന് ആ കുട്ടികളെ നോക്കാൻ സാധിക്കുന്നില്ല, പല കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് മാനസിക ശാരീരിക വെല്ലുവിളി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം പാരൻസിന് അല്ലെങ്കിൽ ഗാർഡിയൻസിന് ഈ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ കുട്ടികളെ CWCയുടെ മുൻപാകെ ഹാജരാക്കാവുന്നതാണ്. അപ്പോൾ CWCയുടെ മുൻപാകെ ഹാജരാക്കുന്ന സമയത്ത് അവരൊരു ഹിയറിംഗ് വെക്കും. അപ്പോൾ ആ ഹിയറിംഗ് സമയത്ത് ഈ കാര്യങ്ങളെല്ലാം CWC കേൾക്കും. എന്നിട്ട് ഒരു 2 മാസ കാലാവധി ഈ പറയുന്ന പാരൻസിന് അനുവദിക്കും. അതായത് ഒന്നുകൂടെ അവർക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ വരുന്നത്. If the committee is satisfied after inquiry and counseling, the parent or guardian can be directed to surrender the child before the deed committee. The parent or guardian who produced the child will be given a period of 2 months. 2 മാസം അവർക്ക് കാലാവധി നൽകും to reconsider that decision. ഇനി after proper inquiry, the child can be allowed to remain under the supervision of the parents or guardians. If the child is below the age of 18, 18 വയസ്സിന് താഴെയുള്ള അങ്ങനെ വരുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ആ ഒരു കുട്ടിയെ ആർക്കെങ്കിലും ദത്തെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ ദത്തെടുക്കാൻ പറ്റും. പക്ഷെ 18 വയസ്സ് കഴിയുവാണെങ്കിൽ ആ ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ല, ഏതെങ്കിലും ഒരു ചൈൽഡ് ഹോമിലേക്ക് ആ ഒരു കുട്ടിയെ മാറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതാണ്. ഇനി അടുത്ത ഇൻക്വയറിയെ പറ്റി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. The social inquiry must be completed within 15 days of producing the child. അപ്പോൾ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു കുട്ടിയെ ഹാജരാക്കിയാൽ അന്ന് മുതൽ 15 ദിവസത്തിനുള്ളിൽ സോഷ്യൽ റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറോ നമ്മുടെ 15 ദിവസത്തിനകത്ത്, കുറേ ആൾക്കാരുണ്ട്, 3-4 ആൾക്കാർ വരുന്നുണ്ട്, അവരാരെങ്കിലും ഒരാൾ
അവരാരെങ്കിലും ഒരാൾ 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന സോഷ്യൽ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് റിപ്പോർട്ട് എന്നൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞായിരുന്നു. പ്രൊഡ്യൂസിങ് ചൈൽഡ് ആൻഡ് ദ കമ്മിറ്റി മസ്റ്റ് ഇഷ്യൂ ഇറ്റ്സ് ഫൈനൽ ഓർഡർ വിത്തിൻ 4 months. അപ്പോൾ ഈ ഒരു കമ്മിറ്റി അവരുടെ ഫൈനൽ ഓർഡർ നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു, നമ്മുടെ അന്വേഷണ കാര്യങ്ങളെല്ലാം എൻക്വയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം 4 മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേ കാര്യം തന്നെയാണ് പറയുന്നത്. സെക്ഷൻ 36 ഇതിനെപ്പറ്റി പറയുന്നത്. ഇനി അടുത്തത് റീഹാബിലിറ്റേഷൻ ആൻഡ് സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ ഈ കുട്ടികളുടെ ശിക്ഷയും അതേപോലെ തന്നെ ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോം അല്ലെങ്കിൽ ജുവനൈൽ ഹോമിൽ ഇവരുടെ താമസം അല്ലെങ്കിൽ ആ അത്രയും കാലം അവരവിടെ താമസിക്കുക എന്ന് മാത്രമല്ല അതിനുശേഷമുള്ള ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന നിയമമാണ് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അപ്പോൾ സെക്ഷൻ 40 ഈ കുട്ടികളുടെ പുനരധിവാസവും സോഷ്യൽ റീഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പഴയതുപോലെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കണം. അതായത് പഴയതുപോലെ അവരെങ്ങനെയാണോ അവരെ കുടുംബത്തിൽ ജീവിച്ചത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരെങ്ങനെയാണോ ജീവിച്ചത് അതേ രീതിയിൽ തന്നെ ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരവും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 40. ദ പ്രൈമറി എയിം ഓഫ് ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസീസ് ആൻഡ് ഓപ്പൺ ഷെൽട്ടേഴ്സ് ഈസ് ദ പ്രൊട്ടക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ. ഇനി അടുത്തത് സെക്ഷൻ ഡീലിംഗ് വിത്ത് രജിസ്ട്രേഷൻ ഓഫ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് 41. ഇപ്പോൾ നമ്മുടെ ഈ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 41 പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 42 എന്താണെന്ന് നോക്കാം. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എനി പേഴ്സൺ ഹോൾഡിംഗ് ചാർജ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൗസിംഗ് ചിൽഡ്രൻ ഈസ് ലയബിൾ ഫോർ പണിഷ്മെൻറ്റ് ഇഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് രജിസ്റ്റേർഡ്. അപ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ഈ പറയുന്ന ഒരു ഓർഫണേജ് ആണെങ്കിലും കുട്ടികളെ പാർപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു ഷെൽട്ടർ ഹോം ആണ് എങ്കിലും അത് ഇപ്പോൾ ഒരു NGO സ്ഥാപിച്ചിട്ടുള്ളതാണ് എങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്നതാണെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്നതാണ് എങ്കിലും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യാതെ ഈ ഒരു കാര്യം ചെയ്യാനേ പാടില്ല, കുട്ടികളെ പാർപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് സെക്ഷൻ 42 പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു കാര്യം കുട്ടികളെ ഷെൽട്ടർ ഹോമായിട്ട് നടത്തുന്നു എന്നാൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ 1 വർഷം വരെയുള്ള തടവും അതേപോലെ തന്നെ 1 ലക്ഷത്തിൽ കുറയാത്ത പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ശിക്ഷയായി ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് ഓപ്പൺ ഷെൽട്ടറിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 43. ഓപ്പൺ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഷെൽട്ടർ ഹോംസിൻ്റെ വേറൊരു പേര് തന്നെയാണ് ഓപ്പൺ ഷെൽട്ടർ എന്ന് പറയുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അല്ല എങ്കിൽ ഈ പറയുന്ന നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGOകൾക്ക് ഓപ്പൺ ഷെൽട്ടേഴ്സ് സ്ഥാപിക്കാം. ഈവൻ പ്രൈവറ്റ് പാർട്ടീസിനും ഓപ്പൺ ഷെൽട്ടേഴ്സ് സ്ഥാപിക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് മേ എസ്റ്റാബ്ലിഷ് ഓപ്പൺ ഷെൽട്ടേഴ്സ് either directly or through voluntary അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ to protect and maintain children in need. Such open shelters must be registered. ഈ പറയുന്ന ഓപ്പൺ ഷെൽട്ടേഴ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ഓപ്പൺ ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് ഈ പറയുന്ന ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ റൈറ്റ്സ് ഒന്നും ഹനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, അവരെ ഒരു തരത്തിലും അബ്യൂസ് പോലെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് സംഭവിക്കരുത്. To protect children in difficult circumstances from abuse and to save them from a life on the streets. ഇനി ഓപ്പൺ ഷെൽട്ടർ must send details regarding the children utilizing their services to district child protection unit അല്ലെങ്കിൽ കമ്മിറ്റി every month. എല്ലാ മാസവും ഈ പറയുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് റിപ്പോർട്ട് നൽകണം. അതായത് എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്, ഈ ഓരോ ഷെൽട്ടർ ഹോംസ് അല്ലെങ്കിൽ ഓപ്പൺ ഷെൽട്ടേഴ്സിൽ എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് മന്ത്ലി നൽകണം. ഇനി ഗവൺമെൻറ് റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് ടെമ്പററി റെസിഡൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആർ നോൺ ആസ് ഷെൽട്ടർ ഹോംസ്. അപ്പോൾ ഈ ഷെൽട്ടർ ഹോംസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഈ കുട്ടികൾക്ക് കെയറും പ്രൊട്ടക്ഷനും നൽകുന്ന സ്ഥാപനങ്ങളെയാണ്, ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഷെൽട്ടർ ഹോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2 വരുന്നത്. നന്നായി പഠിക്കുക. താങ്ക്